ഇന്ന് നമുക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗോതമ്പ് ദോശ തയ്യാറാക്കാം. ഈ ദോശ കഴിക്കാൻ പ്രത്യേകിച്ച് വേറെ കറിയൊന്നും വേണ്ട. വെജിറ്റബിൾ ഒക്കെ കഴിക്കാൻ മടിക്കുന്ന കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ദോശ. അതുപോലെ ഓഫീസിലേക്കും സ്കൂളിലേക്കും ഒക്കെ ലഞ്ചായി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള ഗോതമ്പ് ദോശ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കണം. ഇനി കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് ഒട്ടും കട്ടകളില്ലാതെ അടിച്ചെടുക്കണം. എനിക്കിവിടെ 1.5 കപ്പും കൂടെ 2 ടേബിൾ സ്പൂൺ വെള്ളവുമാണ് വേണ്ടി വന്നത്. ഓരോരുത്തരും ഉപയോഗിക്കുന്ന പൊടിക്ക് അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ മാറ്റം വരും. ഒട്ടും കട്ടകളില്ലാതെ അടിച്ചെടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു സവാളയുടെ പകുതി പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കുറച്ച് മല്ലിയില പൊടിയായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാം കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കാവൂ, അല്ലെങ്കിൽ പരത്താൻ കുറച്ച് ബുദ്ധിമുട്ടാകും. ഇനി കുറച്ച് മുളക് ചതച്ചതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്യണം. ചതച്ച മുളകിന് പകരം പച്ചമുളക് ചേർത്ത് കൊടുത്താലും മതി. ഉപ്പ് നോക്കി ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇപ്പം നമ്മുടെ ദോശയ്ക്കുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഒരു ദോശ പാൻ ചൂടാക്കി ദോശ ബാറ്റർ ഒഴിച്ച് ദോശ പരത്തിയെടുക്കാം. സാധാരണ ദോശ പരത്തുന്ന പോലെ നൈസായി പരത്താൻ പറ്റില്ല, വെജിറ്റബിളൊക്കെ ഉള്ളതുകൊണ്ട്. ദോശ ബാറ്ററിൽ 1/2 ടീസ്പൂൺ അയമോദകമോ ജീരകമോ ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ചിലർക്കൊക്കെ ഗോതമ്പിൻ്റെ എന്തെങ്കിലും കഴിച്ചാൽ നെഞ്ചരിച്ചൽ എന്ന് പറയാറില്ലേ, ഇത് മാറാൻ അയമോദകം അല്ലെങ്കിൽ ജീരകം ചേർത്ത് കൊടുത്താൽ മതി. പരത്തിയതിന് ശേഷം കുറച്ച് ചതച്ച മുളക് ദോശയുടെ മുകളിൽ കൂടി സ്പ്രിങ്കിൾ ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, ആവശ്യമെങ്കിൽ ചെയ്താൽ മതി. 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്ത് ദോശ മറിച്ചിടാം. ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇപ്പം നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അടുത്തതായി നമുക്ക് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ചീസ് ഗോതമ്പ് ദോശ എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. ആദ്യം ദോശ പരത്തിയെടുക്കണം. കുട്ടികൾക്കായതുകൊണ്ട് മുളക് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. രണ്ട് മിനിറ്റിന് ശേഷം മറിച്ചിട്ട് വേവിക്കണം. അതിനുശേഷം ഒന്നും കൂടി മറിച്ചിട്ട് മുകളിൽ ചീസ് സ്പ്രെഡ് ചെയ്യാം. ചീസ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം 1 മിനിറ്റ് അടച്ചു വെച്ചാൽ ചീസ് മെൽട്ടായി കിട്ടും. ഇപ്പോൾ നമ്മുടെ ചീസ് ഗോതമ്പ് ദോശ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.